നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിമാനയാത്ര എപ്പോഴും ഒരു സാഹസിക യാത്രയാണ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. കാരണം അതൊരു സാഹസിക യാത്ര തന്നെയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ഒരുപാട് വിമാന അപകടങ്ങളെ പറ്റിയുള്ള വാർത്തകൾ തുടരെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഒരിടയ്ക്ക് വലിയ രീതിയിലുള്ള തുടരെ കേട്ടുകൊണ്ടിരുന്ന മറ്റൊരു സംഭവമാണ് വിമാനങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന വ്യാജ ഭീഷണി എന്നതടക്കമുള്ള കാര്യങ്ങൾ. മാത്രമല്ല വിമാനത്തിനുള്ളിൽ യാത്രക്കാർ ഉണ്ടാക്കുന്ന പൊല്ലാപ്പുകൾ, പ്രശ്നങ്ങൾ, അങ്ങനത്തെ ഒരുപാട് വാർത്തകൾ. അടിയന്തരമായി വിമാനം തിരിച്ചിറക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അത്തരത്തിൽ ഒരുപാട് വാർത്തകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതാ മറ്റൊരു നിർണായക വാർത്ത പുറത്തു വരുന്നു. 1000 അടി ഉയരത്തിൽ വെച്ച് വിമാനത്തിന്റെ എഞ്ചിൻ ഓഫായി. ഇതോടെ യാത്രികർ ആകെ പരിഭ്രാന്തിയിലായി. ഉടനടി സുരക്ഷിതമായി തന്നെ വിമാനം അടിയന്തരമായി നിലത്തിറക്കി. ബംഗളൂരിലാണ് സംഭവം. സാങ്കേതിക തകരാറിനെ തുടർന്ന് ബംഗളൂരുവിൽ വിമാനം അടിയന്തരമായി താഴെ ഇറക്കിയിരിക്കുകയാണ്. ബംഗളൂരിൽ നിന്നും ഡൽഹിയിലേക്ക് തിരിച്ച എയർ ഇന്ത്യ വിമാനമാണ് അടിയന്തരമായി ഇത്തരത്തിൽ താഴെ ഇറക്കിയത്. വിമാനത്തിന്റെ എഞ്ചിനായിരുന്നു തകരാറ് സംഭവിച്ചത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഈ സംഭവം ഉണ്ടായത്. ഡൽഹിയിൽ നിന്നും കമ്പഗൌഡയിലേക്ക് പോകുകയായിരുന്ന എയർ ഇന്ത്യ 2820 വിമാനത്തിനാണ് ഇത്തരത്തിലൊരു തകരാറുണ്ടായത്. വൈകിട്ട് 5:45 വിമാനം കമ്പഗൌഡ വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെട്ടത്. എന്നാൽ 1 മണിക്കൂറിലധികം വൈകി 7:09 വിമാനം ടേക്ക് ഓഫ് ചെയ്തത്. എന്നാൽ 1 മണിക്കൂറിന് ശേഷം, അതായത് ടേക്ക് ഓഫ് ചെയ്ത് 1 മണിക്കൂറിന് ശേഷം 8:11 വിമാനം തിരികെ ബംഗളൂരിൽ തന്നെ ഇറക്കുകയായിരുന്നു. സഞ്ചരിക്കുന്നതിനിടെ വിമാനത്തിന്റെ എഞ്ചിനുകളിൽ ഒന്ന് ഓഫായി. അതും 1000 അടി മുകളിൽ വെച്ചായിരുന്നു ഓഫായത്. ഇതേ തുടർന്നായിരുന്നു വിമാനം അടിയന്തരമായി താഴെ ഇറക്കിയത്. പിന്നീട് 11:47 വിമാനം ഇവിടെ നിന്ന് യാത്രികരുമായി യാത്ര തിരിച്ചത്. 2:02 വിമാനം സുരക്ഷിത, അതായത് ലക്ഷ്യസ്ഥാനത്ത് ഡൽഹിയിൽ എത്തുകയും ചെയ്തു. ആശ്വാസകരമായ വാർത്ത തന്നെയാണ്. അതേസമയം നമുക്ക് മറ്റൊരു വാർത്ത കൂടി നോക്കാം. തുർക്കി എയർലൈൻസ് വിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കിയിരിക്കുന്നു എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. 299 യാത്രക്കാരും 10 ജീവനക്കാരും ഉണ്ടായിരുന്ന വിമാനമാണ് അടിയന്തരമായി ഇപ്പോൾ തിരിച്ചിറക്കിയിരിക്കുന്നത്. തുർക്കിയിലെ ഇസ്താംബൂളിൽ നിന്നും ശ്രീലങ്കയിലെ കൊളംബോയിലേക്കായിരുന്നു വിമാനം പറന്നുയർന്നത്. മോശം കാലാവസ്ഥയെ തുടർന്നാണ് വിമാനം തിരുവനന്തപുരത്ത് ഇറക്കിയത്. പുലർച്ചെ 6:51 വിമാനം ലാൻഡ് ചെയ്തുവെന്ന് തിരുവനന്തപുരം വിമാനത്താവള അധികൃതർ അറിയിച്ചു. ഇമിഗ്രേഷൻ വിഭാഗത്തിന്റെ പ്രത്യേക അനുമതിയോടെ യാത്രക്കാരെ ഹോട്ടലിലേക്ക് മാറ്റി. 6 മണിയോടെ കൊളംബോയിൽ ഇറങ്ങേണ്ടിയിരുന്ന വിമാനമായിരുന്നു ഇത്തരത്തിൽ അടിയന്തരമായി തിരുവനന്തപുരത്ത് മോശം കാലാവസ്ഥയെ തുടർന്ന് ഇറക്കിയത്. ആകാശത്ത് വട്ടമിട്ട് പറന്ന ശേഷമാണ് ലാൻഡിംഗിന് അനുമതി കിട്ടിയില്ല. പിന്നാലെയാണ് തിരുവനന്തപുരത്ത് ഇറങ്ങുക എന്ന നിർദ്ദേശം വിമാന പൈലറ്റിന് കിട്ടിയത്. അതിനുശേഷം തിരുവനന്തപുരത്ത് അടിയന്തരമായി തിരിച്ചിറക്കുകയായിരുന്നു. വിമാനത്തിലെ യാത്രക്കാരെല്ലാം സുരക്ഷിതരാണ്. എയർപോർട്ട് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. കാലാവസ്ഥ അനുകൂലമായാൽ യാത്ര തുടരുമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ, ഇങ്ങനെ അടിയന്തരമായി വിമാനങ്ങൾ തിരിച്ചിറക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ഇത്തരത്തിൽ യാത്ര പോകുമ്പോൾ അതിൽ സാങ്കേതിക തകരാറ്, എഞ്ചിൻ ഓഫ് ആവുക, മാത്രമല്ല മറ്റു ചില തടസ്സങ്ങൾ, ഇതൊക്കെ കാരണം വിമാനങ്ങൾ അടിയന്തരമായി തിരിച്ചിറക്കുന്ന സംഭവങ്ങൾ തുടരെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. സുരക്ഷിതമായി യാതൊരു ആപത്തും കൂടാതെ സുരക്ഷിതമായി ഇത് തിരിച്ചിറങ്ങുമ്പോൾ അത് വലിയ ആശ്വാസം തന്നെയാണ് നൽകുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ട വാർത്തകൾ, അതായത് അടിയന്തര ലാൻഡിങ്ങിനിടെ വിമാനം കത്തി തീഗോളമാകുന്ന കാഴ്ച, അത്തരത്തിലുള്ള എത്രയോ വാർത്തകൾ നമ്മൾ കേട്ടിരിക്കുന്നു. ഈ ഇടയ്ക്കും അത്തരത്തിലുള്ള വാർത്തകൾ നമ്മളിൽ ഉണർത്തിയ ഭീതി, ആശങ്ക വലുത് തന്നെയാണ്.